നമസ്കാരം. പ്രധാന വാർത്തകൾ. മുതിർന്ന CPI നേതാവ് KE ഇസ്മായിലിന് സസ്പെൻഷൻ. നടപടി എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയുടെ മരണത്തിൽ പാർട്ടിയെ പഴിചാരി പ്രസ്താവന നടത്തിയതിന് CPI പാലക്കാട് ജില്ലാ കൌൺസിലിന്റെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. സസ്പെൻഷൻ 6 മാസത്തേക്ക്. നടപടി അറിഞ്ഞിട്ടില്ലെന്നും നടപടിയെടുത്താലും കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നും KE ഇസ്മായിൽ. കോതകുറിശി പനമണയിൽ പ്രവാസി വ്യവസായിയുടെ വീട്ടിലും മുൻ SDPI നേതാവിന്റെ വീട്ടിലും ED പരിശോധന. സംഘത്തിൽ ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും. SDPI ദേശീയ പ്രസിഡന്റിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന്റെ തുടരന്വേഷണമെന്ന് സൂചന. പശ്ചാത്തല വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകി ഒറ്റപ്പാലം നഗരസഭാ ബജറ്റ്. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകൾക്കും കുടിവെള്ള വിതരണ കാര്യക്ഷമമാക്കുന്നതിനും പ്രത്യേക പരിഗണന. നഗര ചത്വരം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ ഭവന പദ്ധതിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുഖ്യ പരിഗണന. വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ വടക്കാഞ്ചേരി സ്വദേശി രതീഷ്, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവർ. കഴിഞ്ഞ രാത്രി വെട്ടേറ്റ മോഹനനും മകൻ ശ്യാമും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അകമലയിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തെ വഴി നിർമ്മാണം റവന്യൂ വകുപ്പ് തടഞ്ഞു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുന്നിടിച്ച് വഴി നിർമ്മിക്കാൻ ശ്രമിച്ചത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത്. കുഴൽക്കിണർ നിർമ്മാണത്തിന് വണ്ടി എത്തിക്കാനാണ് വഴിയുണ്ടാക്കുന്നതെന്ന വാദം ഉദ്യോഗസ്ഥർ തള്ളി. പാലക്കാട് ജില്ലയിലെ എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ വിവിധ കേസുകളിൽ പിടികൂടിയ 300 കിലോ കഞ്ചാവ് നശിപ്പിച്ചു. മലമ്പുഴ ഇമേജിൽ വെച്ച് കഞ്ചാവ് നശിപ്പിച്ചത് പുകരഹിത ഇൻസിനേറ്ററിൽ. കഞ്ചാവ് കത്തിച്ചു നശിപ്പിച്ചത് പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷകരമല്ലാത്ത രീതിയിലെന്ന് അധികൃതർ. ആരോഗ്യ തരംഗത്തിന്റെ ഭാഗമായി പാലക്കാട്ട് പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ കർമ്മ പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ തരംഗം പദ്ധതിയിലൂടെ പകർച്ചവ്യാധികൾക്ക് തടയിടാൻ വലിയ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന അസുഖങ്ങൾ പ്രതിരോധിക്കാൻ ജീവിതശൈലിയിൽ മാറ്റം അനിവാര്യമെന്നും K ബിനിമോൾ. പാഞ്ഞാൾ തൊഴുപ്പാടത്ത് ഇഫ്താർ സൽക്കാരം നടക്കുകയായിരുന്ന വീട്ടിലേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് പാഞ്ഞുകയറി 2 പേർക്ക് ഗുരുതര പരിക്ക്. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇടിച്ചു തകർത്തു. അപകടം വ്യാഴാഴ്ച പുലർച്ചെ. കോലഴിയിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒറ്റപ്പാലം ബ്ലോക്കിൽ വയോജനങ്ങൾക്കായി വയോമിത്രം സഞ്ചരിക്കുന്ന ആതുരാലയ പദ്ധതിക്ക് തുടക്കം. പദ്ധതി നടപ്പാക്കുന്നത് ബ്ലോക്ക് പരിധിയിലെ 8 പഞ്ചായത്തുകളിലുള്ള ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ. നിർവഹണ ചുമതല അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്ക്. പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പുലാപ്പറ്റശ്ശേരി. വാർത്തകൾ വിശദമായി. CPI മുതിർന്ന നേതാവ് KE ഇസ്മായിലിന് സസ്പെൻഷൻ. എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയുടെ മരണത്തിൽ പാർട്ടിയെ പഴിചാരി പ്രസ്താവന നടത്തിയതിനാണ് നടപടി. CPI പാലക്കാട് ജില്ലാ കൌൺസിൽ എടുത്ത നടപടി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. നടപടി അറിഞ്ഞിട്ടില്ലെന്നും നടപടിയെടുത്താലും കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നും KE ഇസ്മായിൽ പറഞ്ഞു. 6 മാസത്തേക്കാണ് മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെ CPI ജില്ലാ കൌൺസിൽ സസ്പെൻഡ് ചെയ്തത്. CPI ദേശീയ സമിതി അംഗമായിരുന്ന KE ഇസ്മായിൽ പ്രായപരിധി മാനദണ്ഡമായതോടെയാണ് ദേശീയ സമിതിയിൽ നിന്ന് ഒഴിവായത്. പ്രായപരിധി CPI സംസ്ഥാന കമ്മിറ്റിയിലെത്താനും സെക്രട്ടറിയാവാനും തടസ്സമായി. കാനം രാജേന്ദ്രനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച കാലത്ത് KE സംസ്ഥാന സെക്രട്ടറിയാവാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. കഴിഞ്ഞ കുറച്ചുനാളായി KE ഇസ്മായിലിനും പാർട്ടിക്കുമിടയിൽ അകൽച്ചയുണ്ടായിരുന്നു. KE പക്ഷക്കാരനും CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന രാജുവിൻ്റെ മരണത്തിൽ കുടുംബാംഗങ്ങൾ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. കുടുംബത്തിൻ്റെ പരാമർശം KEയും ഏറ്റുപിടിച്ചതാണ് സസ്പെൻഷന് ഇടയാക്കിയത്. നിലവിൽ KE ഇസ്മായിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി ക്ഷണിതാവായതുകൊണ്ടാണ് പാലക്കാട് ജില്ലാ കൗൺസിൽ നടപടിയെടുത്തത്. നടപടി അറിഞ്ഞിട്ടില്ലെന്നും നടപടിയെടുത്താലും കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നും KE ഇസ്മായിൽ പ്രതികരിച്ചു. ചാനലുകളിൽ എന്നെക്കുറിച്ചൊരു വാർത്ത കാണാൻ ഇടയായി. ചില സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ചാനൽ വെച്ചത്. നോക്കിയപ്പോൾ എല്ലാ ചാനലിലും ആ വാർത്ത ചെയ്തത്. ആ വാർത്തയെ എൻ്റെ ശ്രദ്ധയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർത്തമാനവും ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലല്ലോ? ഇല്ല, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ലഭിച്ചിട്ടില്ല എന്നാണ്.
പിന്നെ വെറുതെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണ്ട. 55 കൊല്ലമായിട്ട് പാർട്ടി 55 വർഷം 1955 മുതൽക്ക് തുടങ്ങിയതാണ്. 70 കൊല്ലമായി. ഞാനിപ്പോഴും എപ്പോഴും പാർട്ടിയാണ്, മരിക്കുന്നവരെയും പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ രീതിക്ക് പ്രതികരണം നടത്തിയെന്നാണ് പറയുന്നത്. പാർട്ടി അത് പിന്നീട് വരട്ടെ. അതെന്താ കഥ എനിക്കറിയില്ല. നിങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഒന്നും പറയുന്നില്ല. നേതാക്കൾ ഇതിൽ കവിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. തീരുമാനമെടുത്തതിന് ശേഷം നേതാക്കൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല അല്ലേ? അറിയില്ല. ഈ വാർത്തകളുടെ കാര്യം വിളിച്ചിരുന്നോ? വാർത്തകളുടെ കാര്യം വിളിച്ചിരുന്നോ? ഒരുപാട് സഹാക്കൾ വിളിക്കുന്നുണ്ട്. അത് ഈ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും വിളിക്കുകയാണ്. ഞാനും കണ്ടു എന്ന് അവരോട് പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോതകുറിശി പനമണ്ണയിൽ പ്രവാസി വ്യവസായിയുടെ വീട്ടിലും മുൻ SDPI നേതാവിന്റെ വീട്ടിലും ED പരിശോധനാ വിവരം പ്രതികരിക്കാൻ ED തയ്യാറായില്ല. ഡൽഹിയിൽ നിന്നുള്ള 3 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ED സംഘത്തിലുണ്ടായിരുന്നു. പനമണ്ണയിൽ പ്രവാസി വ്യവസായിയുടെ വീട്ടിലും മുൻ SDPI നേതാവിന്റെ വീട്ടിലുമാണ് ED പരിശോധന നടത്തിയത്. ഡൽഹിയിൽ നിന്നുള്ള 3 ജീവനക്കാരും തിരുവനന്തപുരത്തുള്ള ജീവനക്കാരും ED ചുമതലപ്പെടുത്തിയ ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പനമണ്ണയിലെ വ്യവസായിയുടെ വീട്ടിൽ രാവിലെ 7-ന് ആരംഭിച്ച പരിശോധന വൈകിട്ട് 4 മണി വരെ നീണ്ടു. തുടർന്ന് ഈ വീട്ടിൽ നിന്നിറങ്ങിയ ED സംഘം തൊട്ടപ്പുറത്തുള്ള മുൻ SDPI പ്രവർത്തകന്റെ വീട്ടിലും പരിശോധന നടത്തി. പരിശോധനാ വിവരത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ED തയ്യാറായില്ല. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ കഴിഞ്ഞ ദിവസം ED ദില്ലിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം EDയുടെ പരിശോധനയെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പശ്ചാത്തല വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ആരോഗ്യ കാർഷിക മേഖലകൾക്കും ഊന്നൽ നൽകി ഒറ്റപ്പാലം നഗരസഭാ ബജറ്റ്. 138 കോടിയുടെ ബജറ്റിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കുന്നതിനും പ്രത്യേക പരിഗണനയുണ്ട്. വിദ്യാഭ്യാസ, യുവജനക്ഷേമ, കലാ സാംസ്കാരിക മേഖലകൾക്കും ബജറ്റിൽ പ്രാധാന്യം കൽപ്പിക്കുന്നു. പശ്ചാത്തല വികസനത്തിന് 74,14,71,250 രൂപ, ആരോഗ്യമേഖലയ്ക്ക് 7,26,70,000 രൂപ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 6,50,00,000 രൂപ, കുടിവെള്ള വിതരണത്തിന് 12 കോടി രൂപ, കാർഷിക മേഖലയ്ക്ക് 3,64,51,250 രൂപ, വിദ്യാഭ്യാസ, കലാ സാംസ്കാരിക യുവജനക്ഷേമത്തിന് 5 കോടി രൂപ, ഊർജ്ജ മേഖലയ്ക്ക് 2 കോടി, ഭവന നിർമ്മാണത്തിന് 11 കോടി, കുട്ടികൾ, വനിതകൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ എന്നിവരുടെ ഉന്നമനത്തിന് 2 കോടി രൂപ, വയോജനങ്ങൾക്ക് 1 കോടി രൂപ, അതിദരിദ്രരുടെ ഉന്നമനത്തിനായി 50 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഒറ്റപ്പാലം നഗര സൗന്ദര്യവൽക്കരണത്തോടൊപ്പം വള്ളുവനാടൻ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒറ്റപ്പാലത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന പ്രതീകം നഗരത്തിൽ ഒരുക്കും. തേജസ്സോടെ ഒറ്റപ്പാലം പദ്ധതിക്ക് 50 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്നിടത്ത് നഗര ചത്വരമൊരുക്കുക, പുതിയ തലമുറയ്ക്ക് ഒറ്റപ്പാലത്തെക്കുറിച്ച് അറിയുന്നതിനും ഒറ്റപ്പാലത്തിന് മുഖച്ഛായ മാറ്റുന്നതിനും സൗകര്യപ്രദമാകും വിധം പഴയ കെട്ടിടം പൊളിച്ചിടത്ത് നഗര ചത്വരം യാഥാർത്ഥ്യമാക്കുക എന്നിവയും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. 138,20,20,000 രൂപ വരവും 137,34,233 രൂപ ചെലവും 17,67,11,972 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അവതരിപ്പിച്ചത്. ഒരു ഒറ്റപ്പാലത്തെ സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു ബജറ്റാണ് ഈ ബജറ്റിലൂടെ നാം വിഭാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയിലെ സർവ്വതല മേഖലകളിലുമുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും സ്പർശിക്കുന്ന പ്രവർത്തനം നടത്താൻ നാം തുടക്കമിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തിക്കൊണ്ട് ചില അവാർഡുകൾ ഈ കാലയളവിനുള്ളിൽ നമ്മെ തേടിയെത്തി. കേരളത്തിലെ PMAY ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കിയതിൻ്റെ പരിശോധന നടത്തിയതിൽ കേരളത്തിലെ മികച്ച 2ാമത്തെ നഗരസഭയായി ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ കാലയളവിലാണ്. വളരെ അഭിമാനത്തോടു കൂടി ആ കാര്യം ഇവിടെ അറിയിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുനീറ മുജീബ്, കെ അബ്ദുൽ നാസർ, ഫൗസിയ ഹനീഫ, ടി ലത, പി മായ, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും കാലം കൗൺസിലറായ S ഗംഗാധരനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഭവന നിർമ്മാണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യമുക്ത പഞ്ചായത്ത് പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി കൊപ്പം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 33 കോടിയുടെ വാർഷിക ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ബീന അവതരിപ്പിച്ചത്. 33,15,11,671 രൂപ വരവും 32,89,64,128 രൂപ ചെലവും 25,47,543 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരുകൾ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ള വികസന ഫണ്ടുകളായ ജനറൽ പ്രത്യേക ഘടക പദ്ധതി, ധനകാര്യ കമ്മീഷൻ, ബേസിക് ഗ്രാന്റ്, ടൈൽഡ് ഗ്രാന്റ് എന്നിവയും മെയിൻ്റനൻസ് ഗ്രാന്റുകളായ റോഡ് ഇതര ഫണ്ടുകളും ഗ്രാമപഞ്ചായത്തിന്റെ വികസന ചരിത്രത്തിൽ ആദ്യമായി ഉൽപാദന മേഖലയ്ക്ക് 61 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ 2 കോടി രൂപ ലൈഫ് ഭവന പദ്ധതിക്കായി ബജറ്റിൽ നീക്കിവെച്ചു. നിലവിൽ പ്രഭാപുരത്ത് ലഭ്യമായ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങുന്നതിനായി ഗ്രാമപഞ്ചായത്ത് ഈ വർഷം പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ ആയുർവേദ ആശുപത്രിയിലേക്ക് 10 ലക്ഷം രൂപ വകയിരുത്തി. അംഗൻവാടികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 15 ലക്ഷം രൂപയും അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിന് 2,16,000 രൂപയും യുവജനക്ഷേമത്തിന് 1,50,000 രൂപയും നീക്കിവെച്ചു. വയോജന ക്ലബ്ബുകൾ, ഡിജി കേരളം പദ്ധതി, കുടിവെള്ളം, കൊപ്പം ടൗൺ നവീകരണം, ടേക്ക് എ ബ്രേക്ക് എന്നീ പദ്ധതികൾക്കും കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. തിരുത്തിപ്പറമ്പ് കനാൽ പാലത്തിനു സമീപം താമസിക്കുന്ന മോഹനൻ, മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത്. നിരവധി കേസുകളിൽ പ്രതിയായ വടക്കാഞ്ചേരി സ്വദേശി രതീഷ്, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പിടിയിലായത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തുവന്നിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്കാണ് സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ രതീഷും കൂട്ടാളി ശ്രീജിത്തും മോഹനന്റെ വീട്ടിലെത്തി മകൻ ശ്യാമിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. ശ്യാമിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ചെന്നതായിരുന്നു പിതാവ് മോഹനൻ. ഇതോടെ സംഘം മോഹനന് നേരെ തിരിഞ്ഞു. ഇരുകൈകളിലും വാളേന്തിയായിരുന്നു രതീഷ് മോഹനനെ ആക്രമിച്ചത്. പുറത്തും നെഞ്ചിലും വെട്ടേറ്റ മോഹനനും മകൻ ശ്യാമും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോഹനന്റെ കുടുംബവുമായി രതീഷിന് നേരത്തെ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി ഇന്നലെ മുതൽ തന്നെ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെയാണ് വടക്കാഞ്ചേരി പൂമലയിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാൻ ജീവിതശൈലിയിൽ മാറ്റം അനിവാര്യമാണെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. ആരോഗ്യ തരംഗം പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് പകർച്ചവ്യാധി നിയന്ത്രണ കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ തരംഗം പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പകർച്ചവ്യാധികളെ വലിയ രീതിയിൽ തടയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കെ ബിനുമോൾ പറഞ്ഞു. പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന മഴക്കാലത്തിനു മുമ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത് രോഗങ്ങൾ തടയാൻ ഏറെ സഹായകരമാകും. കേട്ടുകേൾവി പോലുമില്ലാത്ത വൈറസുകളാണ് ഓരോ കാലത്തും ഭീഷണി ഉയർത്തുന്നത്. പൊതുയിടങ്ങളിലെ ശുചിത്വമുറപ്പിക്കാൻ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ കൃത്യമായി നടപ്പാക്കണമെന്നും കെ ബിനുമോൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും വരാൻ പോകുന്ന ഘട്ടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നാം നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റജീന, മറ്റ് ജനപ്രതിനിധികളായ ആർ ചിന്നക്കുട്ടൻ, എം കെ ജയപ്രകാശ്, വി സേതുമാധവൻ, ഇ ചന്ദ്രബാബു, എം കെ ഉഷ, എം രാമൻകുട്ടി, DMO ഡോക്ടർ വിദ്യ, സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു മറിയ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ബോബി റാണി, ഡോക്ടർ ജിനു,
DK ശംഭു, VK വിനോദ് എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ഷൊർണൂർ റൂട്ടിലെ കോലഴിയിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കോലഴിയിലാണ് വാഹനങ്ങളുടെ കൂട്ടയിടിയുണ്ടായത്. മിനി ലോറി ടോറസിലിടിച്ച് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന പട്ടാമ്പി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറിയത്. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. കാറിലുണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശികളായ 5 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ജില്ലയിലെ എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ വിവിധ കേസുകളിൽ പിടികൂടിയ 300 കിലോ കഞ്ചാവ് നശിപ്പിച്ചു. മലമ്പുഴ ആനക്കലിൽ പ്രവർത്തിക്കുന്ന ഇമേജിന്റെ പുകരഹിത ഡ്രൈ ടൈപ്പ് ഇൻസിനേറ്ററിലാണ് കഞ്ചാവ് കത്തിച്ച് നശിപ്പിച്ചത്. ആധുനിക രീതിയിലുള്ള പുകരഹിത ഡ്രൈ ടൈപ്പ് ഇൻസിനേറ്ററിൽ പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷമില്ലാത്ത രീതിയിലാണ് കഞ്ചാവ് കത്തിച്ച് നശിപ്പിച്ചത്. പാലക്കാട് ഡിവിഷനിലെ NDPS ആൻഡ് കൺവെയൻസ് ഡിസ്പോസൽ കമ്മിറ്റി ചെയർമാനായ പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ Y ഷിബു, കമ്മിറ്റി അംഗം പാലക്കാട് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ NG അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. വിവിധ എക്സൈസ് ഓഫീസുകളിൽ തൊണ്ടിമുതലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ചാക്കുകളിലാക്കി ജീവനക്കാർ തന്നെയാണ് സ്ഥാപനത്തിൽ എത്തിച്ചത്. ഡിസ്പോസൽ നടപടിയിൽ ഇമേജ് ഓപ്പറേഷണൽ മാനേജർ പീറ്റർ സാമുവൽ, എൻവയോൺമെന്റ് എഞ്ചിനീയർ ശ്രുതി തോമസ്, ഓപ്പറേഷണൽ കോർഡിനേറ്റർ ജിനീഷ് രാജ്, PM നിഖിൽ, പാലക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസ് എക്സൈസ് ഇൻസ്പെക്ടർ R റിനോഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK നാരായണൻ, K രജീഷ് കുമാർ, ഗുരുവായൂരപ്പൻ, K അഭിലാഷ്, TS അനിൽകുമാർ, K സുരേഷ്, A അരവിന്ദാക്ഷൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ V ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇടിച്ചു തകർത്തു. ചെറുതുരുത്തി സ്വദേശിയായ യുവാവ് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ചെറുതുരുത്തി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് അതിവേഗം ഇടിച്ചു കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാറിലെ എയർ ബാഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതിനാൽ യുവാവ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എന്നാൽ അപകടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കഞ്ചേരി പെട്രോൾ പമ്പിലെ മോഷണത്തിൽ പ്രതികൾ പിടിയിലായി. പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ, ആഷിഖ് എന്നിവരാണ് കോഴിക്കോട് വെച്ച് പിടിയിലായത്. കോഴിക്കോട് പന്നിയങ്കര പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർ നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ കവർച്ചയ്ക്കായി ഉപയോഗിക്കാൻ എറണാകുളത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ദേശീയപാതയിൽ പന്തലാംപാറത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ബൈക്കിലെത്തിയവർ പണം തട്ടിയെടുത്ത് കടന്നുകളയുകയായിരുന്നു. മാസ്ക് ധരിച്ച് ബൈക്കിൽ പമ്പിലെത്തിയ 2 പേർ പെട്രോൾ അടിക്കുന്ന സ്ഥലത്തെത്തി ജീവനക്കാരുടെ സമീപം വെച്ചിരുന്ന ബാഗ് തട്ടിയെടുത്ത് പോവുകയാണുണ്ടായത്. 48,380 രൂപയടങ്ങിയ ബാഗാണ് കവർന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ 12:50 സംഭവം. CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. വാഹനം കേന്ദ്രീകരിച്ച് വടക്കഞ്ചേരി പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചാണ് കവർച്ചാ സംഘം വടക്കഞ്ചേരിയിൽ എത്തിയതെന്ന് തെളിഞ്ഞിരുന്നു. ബൈക്കിന്റെ ഉടമയുടെ മേൽവിലാസം പോലീസ് പരിശോധിച്ചപ്പോഴാണ് എറണാകുളമാണെന്ന് തിരിച്ചറിഞ്ഞത്. അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിയുടെ ബൈക്ക് ഇന്നലെ മോഷണം പോയതായി തെളിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ഞാൾ തൊഴുപ്പാടത്ത് ഇഫ്താർ വിരുന്ന് നടക്കുന്ന വീട്ടിലേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് പാഞ്ഞു കയറി. ജീപ്പ് 6 അടി താഴ്ചയുള്ള വീട്ടിലേക്ക് മറിഞ്ഞ് ഇടിച്ചു നിൽക്കുകയായിരുന്നു. 2 പേർക്ക് ഗുരുതരമായി പരിക്കുപറ്റി. തൊഴുപ്പാടം സെന്ററിന് സമീപം താമസിക്കുന്ന തോണിക്കടവിൽ സുലൈമാന്റെ വീട്ടിലേക്കാണ് നിയന്ത്രണം വിട്ട ജീപ്പ് പാഞ്ഞു കയറിയത്. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കല്ലുടുമ്പിൽ വീട്ടിൽ 50 വയസ്സുള്ള അലി, തോണിക്കടവിൽ ഉമ്മറിന്റെ മകൾ 10 വയസ്സുള്ള മിൻഹ ഫാത്തിമ എന്നിവർക്കാണ് ഗുരുതരമായ പരിക്കേറ്റത്. ഇവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് വയോമിത്രം സഞ്ചരിക്കുന്ന ആതുരാലയം പദ്ധതി ആരംഭിച്ചു. അമ്പലപ്പാറ പഞ്ചായത്തിലെ പുലാപ്പറ്റശ്ശേരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് വയോജന ക്ഷേമ ആരോഗ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്.
ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്കാണ് നിർവഹണ ചുമതല. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന 8 പഞ്ചായത്തുകളിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വയോധികർക്ക് അവരുടെ പ്രദേശത്ത് തന്നെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാനും രോഗങ്ങൾക്ക് വേഗത്തിൽ തന്നെ ചികിത്സ നടത്താനുമുള്ള സൗകര്യം പദ്ധതിയിലൂടെ ലഭ്യമാകും. അമ്പലപ്പാറ പഞ്ചായത്തിലെ പുലാപ്പറ്റശ്ശേരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് അശ്വതി സ്വാഗതം പറഞ്ഞു. സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം അനുപമ വിഷയം അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോമളം ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ സനീഷ് എന്നിവർ പ്രസംഗിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ CM രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു. പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വയോമിത്രം പദ്ധതിക്കായി തെരഞ്ഞെടുത്ത ഡോക്ടർ തസ്ലീമ ഷഹനാസ് രോഗികളെ പരിശോധിച്ചു. വരും ദിവസങ്ങളിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെൽഫെയർ പ്രോഗ്രാമും അനുമോദന സദസ്സും നടത്തി. കമാൻഡിംഗ് ഓഫീസർ കേണൽ S. ശ്രീറാം ഉദ്ഘാടനം ചെയ്തു. Thank you so much. Now coming to the third year cadets. Of course, it's a journey. People in the last third year, then I think second and first are there. Everyone will go through this process of first year to third year, be it in the college or in NCC. What I would like to say is, specifically the third year students who are there, I think it's an emotional moment for them because they've gone through 3 years of training, they've been with uniform, and virtually the college session is over. I think I think next month your semesters are there. When are your semesters? Third year semesters? April. Okay, so just about need 10 days more of you. Your journey in NCC uniform is almost coming to an end. For others, you still have a time. So it's an emotional kind of moment. NCC വെൽഫെയർ ഡേയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. NCC ഒറ്റപ്പാലം ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ശ്രീരാമിനെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. തുടർന്ന് കാഡറ്റുകളുടെ നേതൃത്വത്തിൽ കണ്ടിജന്റ് ഡ്രിൽ, കെയിൻ ഡ്രിൽ എന്നിവ നടന്നു. കോളേജ് പ്രിൻസിപ്പാൾ CD ദിലീപ് അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് NCC ഓഫീസർ ഡോക്ടർ എ പ്രമോദ് സ്വാഗതം പറഞ്ഞു. സുബേദാർ മേജർ പൾസ് ബോസു, NCC മുൻ ANO ഡോക്ടർ P. അബ്ദു, NCC അലുമിനി പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ, ബാലകൃഷ്ണൻ എഴുവന്തല, ഡൽഹി തൽ സൈനിക് ക്യാമ്പ് കാഡറ്റ് AM നിരഞ്ജൻ, സീനിയർ അണ്ടർ ഓഫീസർ K. ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ബെസ്റ്റ് കാഡറ്റ് അവാർഡ് വിതരണം, ഡൽഹി തൽ സൈനിക് ക്യാമ്പിൽ പങ്കെടുത്ത കാഡറ്റിനുള്ള സ്വീകരണം, CISF കേരള പോലീസ് ജോലിയിൽ പ്രവേശിച്ച എക്സ് കാഡറ്റുകൾക്കുള്ള അനുമോദനം എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരി അകമലയിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്ത് നടത്തിയ വഴി നിർമ്മാണം റവന്യൂ വകുപ്പ് ഇടപെട്ട് നിർത്തിവെച്ചു. വടക്കാഞ്ചേരി നഗരസഭ 17-ാം ഡിവിഷൻ മാരാത്തുകുന്ന് ഗ്യാസ് ഗോഡൌണിനു മുകളിലുള്ള ചെങ്കുത്തായ മലമുകളിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുന്നിടിച്ച് വഴി നിർമ്മിക്കാനായിരുന്നു നീക്കം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്ത് റോഡ് നിർമ്മാണം നടക്കുന്നതറിഞ്ഞെത്തിയ റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും ചേർന്നാണ് നിർമ്മാണം നിർത്തിവെപ്പിച്ചത്. പരിസ്ഥിതി ലോല പ്രദേശത്ത് അനുമതിയില്ലാതെ റോഡ് നിർമ്മാണം നടത്തിയതാണ് പണികൾ നിർത്തിവെപ്പിക്കാൻ കാരണം. കഴിഞ്ഞ മഴക്കാലത്ത് ഈ കുന്നിൻ്റെ പലയിടങ്ങളിലും വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കുന്നിൻ്റെ മറുപുറത്ത് അകമലയിലുള്ള പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുകയുമുണ്ടായി. ഗ്യാസ് ഗോഡൌൺ പരിസരത്തെ ആളുകളും മാറി താമസിച്ചിരുന്നു. പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ പ്രദേശം പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടായേക്കാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്നും നിർദ്ദേശിച്ചിരുന്നു. അതേസമയം കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്തേക്ക് കുടിവെള്ളമെത്തിക്കുന്നതിനു വേണ്ടി കുഴൽക്കിണർ കുഴിക്കാനാണ് വഴിയുണ്ടാക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ വ്യക്തമാക്കി. എന്നാൽ ഈ മലമുകളിൽ കുഴൽക്കിണർ കുഴിച്ചാലും ആവശ്യമായ വെള്ളം ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നാണ് ഒരു വിഭാഗം പ്രദേശവാസികൾ പറയുന്നത്.
പരിസ്ഥിതി ലോല പ്രദേശത്തെ കുഴൽക്കിണർ നിർമ്മാണം സംബന്ധിച്ചും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കെട്ടിട മേഖലയിലെ സർക്കാർ ഡിജിറ്റൽ സംവിധാനങ്ങളെക്കുറിച്ച് റെൻസ്ഫെഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ക്ലാസ് സംഘടിപ്പിച്ചു. കെ സ്മാർട്ട് EDCR പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം റെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് TK മുഹമ്മദ് നസീം നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് മുതൽ വിവിധ മേഖലകളിൽ സർക്കാർ തയ്യാറാക്കിയ ആപ്പുകളുടെ പ്രവർത്തനവും അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയും സംബന്ധിച്ചാണ് റെൻസ്ഫെഡ് അംഗങ്ങൾക്ക് പരിശീലനം നൽകിയത്. ഡിജിറ്റൽ ആപ്ലിക്കേഷനിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കണമെന്നും ആപ്ലിക്കേഷനിലൂടെ അപേക്ഷ നൽകിയിട്ടും അനുമതി ലഭിക്കാനുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കണമെന്നും റെൻസ്ഫെഡ് ആവശ്യപ്പെട്ടു. കോഴ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ഡിപ്ലോമയോ ITO കോഴ്സ് കഴിഞ്ഞ ഉടനെ നമ്മൾ സർക്കാരിലേക്ക് കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് ലൈസൻസിൽ രജിസ്ട്രേഷൻ നടത്തണം. അതായത് ജില്ലയിലെ AD ഓഫീസ് മുഖാന്തരമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഘടന മുഖാന്തരം ചെയ്തു കൊടുക്കുന്നുണ്ട്. സംഘടനയുടെ ജില്ലാ നേതാക്കളെയോ താലൂക്ക് നേതാക്കളെയോ നിങ്ങൾക്ക് അക്കാര്യങ്ങളിൽ ജില്ലാ പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. സുഭാഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PC. ബാബു, സെക്രട്ടറി V. മധു, ട്രഷറർ TK ചന്ദ്രശേഖർ എന്നിവർ സംസാരിച്ചു. ട്രെയിനർമാരായ സാദിഖ് മൂപ്പൻ, പ്രഭു ഉണ്ണികൃഷ്ണൻ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിൽ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയ യുവതീ യുവാക്കൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലെ അഭ്യസ്ത വിദ്യരായ യുവതീ യുവാക്കൾക്കാണ് തൊഴിൽ പരിശീലനം നൽകിയത്. പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അയ്യങ്കാളി സ്മാരക പഠനകേന്ദ്രത്തിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഇവിടെ നമുക്കുള്ള ഒരു പ്രശ്നം, നമ്മൾ ആദ്യ ഘട്ടത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. നമ്മൾ വിചാരിച്ച റിസൾട്ട് ഈ മേഖലയിൽ നിന്ന് വന്നില്ല. പട്ടികജാതി ഉദ്യോഗാർത്ഥികൾ, യുവതി യുവാക്കൾ അവരുടെ സർക്കാർ ജോലിയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുക എന്നതാണ് ഈ കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്കൊരു നല്ല ഒരു റിസൾട്ട് ആദ്യഘട്ടത്തിൽ വന്നു എന്ന് പറയാൻ സാധിക്കും. പട്ടികജാതി വികസന ഓഫീസർ മേഘ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, K കൃഷ്ണകുമാർ, വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ, T ലത, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ഫോക്കസ് അക്കാദമി പ്രതിനിധി അജിത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികൾക്കും ചെയറുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 26 അംഗനവാടികളിലേക്കാണ് ചെയറുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. തുടർച്ചയായിട്ടുള്ള ഘട്ടമായിട്ടുള്ള വർഷങ്ങളിലാണ് നമുക്ക് ഓരോ പ്രവർത്തനങ്ങളും കൈയെടുക്കാനായിട്ട് സാധിക്കുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ വകയിരുത്തുന്നത് നമ്മൾ ഈ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ പോഷകാഹാരം മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി തന്നെയാണ്. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, VM അൻവർ സാദിഖ്, സരിത, ICDS സൂപ്പർവൈസർ നളിനി എന്നിവർ സംസാരിച്ചു. PC സുമ, AK ജയശ്രീ, ഷഫീന, സുനിത, റജുല, AA ഷിഹാബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EMS അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംസ്ഥാന പുരസ്കാരം നേടിയ അംഗൻവാടി വർക്കർ ധനലക്ഷ്മിയെ ആദരിച്ചു. PR ശശി അധ്യക്ഷത വഹിച്ചു. PS അബ്ദുൽ മുത്തലി, V. മോഹനൻ, K. സൈദലവി, PK ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി, ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, AV അർജുൻ എന്നിവർ സംസാരിച്ചു. പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ സംരക്ഷിക്കാൻ അതിലേറെ പ്രയത്നിച്ചിട്ടുള്ള മഹാന്മാരായിട്ടുള്ള നേതാക്കളാണ് സഖാക്കൾ EMS-ഉം AKG. അതുകൊണ്ട് തന്നെ ആ സഖാക്കളുടെ അനുസ്മരണ പരിപാടി ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് രാവിലെ എല്ലാ ബ്രാഞ്ചുകളിലും EMS-ന്റെയും AKG-യുടെയും ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് പ്രഭാതപേരിയും പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണങ്ങളെല്ലാം വലിയ രൂപത്തിലെ പങ്കാളിത്തത്തോടു കൂടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ സംഗമത്തിൽ പങ്കെടുത്തു. റംസാനോടനുബന്ധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ, KHRA സംസ്ഥാന ജില്ലാ യൂണിറ്റ് നേതാക്കൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു. ഇഫ്താർ വിരുന്നിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അംഗൻവാടി ഹെൽപ്പർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ മങ്കര കാവുപുര അംഗൻവാടി ഹെൽപ്പർ പങ്കജത്തിനെ മങ്കര ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK കണ്ണൻ, CDPO രമ, സൂപ്പർവൈസർമാരായ P നളിനി, AK പ്രജി, MA ഷീബ, S ഷിജ, PP റസില എന്നിവർ സംസാരിച്ചു. പങ്കജം മറുപടി പ്രസംഗം നടത്തി. സേവനം എന്ന ബേസിൽ അംഗൻവാടികൾ തുടങ്ങി. ഇന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുടുംബത്തിൽ നല്ല ഒരു കാര്യം നടക്കുമ്പോൾ സ്വന്തം വീട്ടുകാരൻ അറിയുന്നതിന് മുമ്പ് ആരറിയും? നിങ്ങൾ അറിഞ്ഞിട്ടേ സംഭവം നടക്കുള്ളൂ, അല്ലേ? അപ്പൊ അത്രയും ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞു നമ്മൾ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് എത്തി. ഇപ്പോൾ നിങ്ങളുടെ അതേ ലെവലാണ് കുറേ ആളുകൾ, രാഷ്ട്രീയം പറയല്ല, തിരുവനന്തപുരത്ത് 38 ദിവസമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവരുടെ അടുത്തിപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ട്, അല്ലേ? അത് എന്തിനാ ചോദിച്ചാൽ എന്തിനാണ്? അതായത് നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ആവശ്യമായ പൂർണ്ണമായ ശമ്പളം എന്തായാലും നമുക്ക് കിട്ടില്ല, ഉറപ്പാണ്. കാരണം ഇതൊക്കെ പ്രോജക്റ്റുകളാണ്. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു വർധനവ് എന്താണ് ആവശ്യമാണ്. മാറ്റൊലി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകാൻ ഇനി 1 വർഷമാണ് അവശേഷിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരായിരുന്നു കൂടുതൽ മികച്ചതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റൊലിയിലേക്ക്. അതിന് പ്രധാന കാരണം അതിനു മുമ്പുള്ള ഗവൺമെന്റ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ടാം പിണറായി ഗവൺമെന്റ് മോശമാണ് എന്ന് പറയാൻ കഴിയില്ല. അതുപോലുള്ള ഭരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലും മികച്ച വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 3 മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എല്ലാം നിറവേറ്റി വരുന്നുണ്ട് ഈ ഗവൺമെന്റ്. ഇതിന് പ്രധാന കാരണം പിണറായിക്ക് മുമ്പുള്ള ഗവൺമെന്റ് വളരെ മോശമായിരുന്നു. അത് ഒന്നാം പിണറായി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് നല്ലതായി തോന്നി, മികച്ചതായി തോന്നി. രണ്ടാമത്തത് മികച്ചതല്ല എന്ന് പറയാൻ കഴിയില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം എല്ലാ മേഖലകളിലും സാധാരണ ജനങ്ങൾക്ക് വളരെ ദുരിതം നൽകിയിട്ടുള്ള ഒരു സർക്കാരാണ്. കാരണം പെൻഷനായിക്കോട്ടെ, കർഷകരുടെ ആനുകൂല്യങ്ങളായിക്കോട്ടെ, ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും വൻപൻ പരാജയം തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ. കാരണം കർഷകർക്കൊക്കെ ഇതുപോലെ കണ്ണീര് കുടിച്ചിട്ടുള്ള ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അത്രമാത്രം കർഷക ദുരിതമാണ്. കർഷകർക്ക് കൃഷി തന്നെ ഇറക്കണോ ഇറക്കണ്ടേ എന്നുള്ള കാർഷിക മേഖല തന്നെ വിട്ടിട്ട് അവർ വേറെ വല്ല ജോലിക്ക് പോകേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് കാർഷിക മേഖല. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ, ഇപ്പോൾ നമ്മൾ നിത്യേന കാണുന്നുണ്ട്, ഓരോ വിദ്യാർത്ഥികളായിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് നല്ല മാർക്ക് കിട്ടി പഠിച്ചിട്ട് അങ്ങനെയുള്ളവർക്കൊന്നും ഇവിടെ ഒരു നിയമനവും നമ്മുടെ കേരളത്തിൽ കിട്ടുന്നില്ല. ഒക്കെ പിൻവാതിൽ നിയമനം നടത്തിയിട്ടും മറ്റും ജോലി കൊടുക്കുക എന്നല്ലാതെ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ നമ്മുടെ നാടും വീടും വിട്ട് രാജ്യം വിട്ടു പോകേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി ഗവൺമെൻറ് മികച്ച ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ദരിദ്രരില്ലാത്ത നാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഊർജിതമായി നടത്തുകയാണ്. അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ മേഖലയിൽ മികച്ച ഇടപെടലാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ വളരെ മികച്ച രീതിയിൽ ഏറ്റെടുക്കുന്ന ഈ ഗവൺമെൻറ് എല്ലാം കൊണ്ടും മികച്ച ഭരണമാണ് നാട്ടിൽ കാഴ്ചവെക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
മുതിർന്ന CPI നേതാവ് KE ഇസ്മായിലിന് സസ്പെൻഷൻ. നടപടി എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയുടെ മരണത്തിൽ പാർട്ടിയെ പഴിചാരി പ്രസ്താവന നടത്തിയതിന് CPI പാലക്കാട് ജില്ലാ കൌൺസിലിന്റെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. സസ്പെൻഷൻ 6 മാസത്തേക്ക്. നടപടി അറിഞ്ഞിട്ടില്ലെന്നും നടപടിയെടുത്താലും കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നും KE ഇസ്മായിൽ. കോതകുറിശി പനമണയിൽ പ്രവാസി വ്യവസായിയുടെ വീട്ടിലും മുൻ SDPI നേതാവിന്റെ വീട്ടിലും ED പരിശോധന. സംഘത്തിൽ ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും. SDPI ദേശീയ പ്രസിഡന്റിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന്റെ തുടരന്വേഷണമെന്ന് സൂചന. പശ്ചാത്തല വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകി ഒറ്റപ്പാലം നഗരസഭാ ബജറ്റ്. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകൾക്കും കുടിവെള്ള വിതരണ കാര്യക്ഷമമാക്കുന്നതിനും പ്രത്യേക പരിഗണന. നഗര ചത്വരം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ ഭവന പദ്ധതിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുഖ്യ പരിഗണന. വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ വടക്കാഞ്ചേരി സ്വദേശി രതീഷ്, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവർ. കഴിഞ്ഞ രാത്രി വെട്ടേറ്റ മോഹനനും മകൻ ശ്യാമും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അകമലയിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തെ വഴി നിർമ്മാണം റവന്യൂ വകുപ്പ് തടഞ്ഞു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുന്നിടിച്ച് വഴി നിർമ്മിക്കാൻ ശ്രമിച്ചത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത്. കുഴൽക്കിണർ നിർമ്മാണത്തിന് വണ്ടി എത്തിക്കാനാണ് വഴിയുണ്ടാക്കുന്നതെന്ന വാദം ഉദ്യോഗസ്ഥർ തള്ളി. പാലക്കാട് ജില്ലയിലെ എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ വിവിധ കേസുകളിൽ പിടികൂടിയ 300 കിലോ കഞ്ചാവ് നശിപ്പിച്ചു. മലമ്പുഴ ഇമേജിൽ വെച്ച് കഞ്ചാവ് നശിപ്പിച്ചത് പുകരഹിത ഇൻസിനേറ്റർ. കഞ്ചാവ് കത്തിച്ചു നശിപ്പിച്ചത് പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷകരമല്ലാത്ത രീതിയിലെന്ന് അധികൃതർ. ആരോഗ്യ തരംഗത്തിന്റെ ഭാഗമായി പാലക്കാട്ട് പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ കർമ്മ പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ തരംഗം പദ്ധതിയിലൂടെ പകർച്ചവ്യാധികൾക്ക് തടയിടാൻ വലിയ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന അസുഖങ്ങൾ പ്രതിരോധിക്കാൻ ജീവിതശൈലിയിൽ മാറ്റം അനിവാര്യമെന്നും കെ ബിനിമോൾ. പാഞ്ഞാൾ തൊഴുപ്പാടത്ത് ഇഫ്താർ സൽക്കാരം നടക്കുകയായിരുന്ന വീട്ടിലേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് പാഞ്ഞുകയറി 2 പേർക്ക് ഗുരുതര പരിക്ക്. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇടിച്ചു തകർത്തു. അപകടം വ്യാഴാഴ്ച പുലർച്ചെ. കോലഴിയിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒറ്റപ്പാലം ബ്ലോക്കിൽ വയോജനങ്ങൾക്കായി വയോമിത്രം സഞ്ചരിക്കുന്ന ആതുരാലയ പദ്ധതിക്ക് തുടക്കം. പദ്ധതി നടപ്പാക്കുന്നത് ബ്ലോക്ക് പരിധിയിലെ 8 പഞ്ചായത്തുകളിലുള്ള ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ. നിർവഹണ ചുമതല അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്ക്. പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പുലാപ്പറ്റശ്ശേരി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.